കേരളത്തിലും SIR നടപ്പിലാക്കാൻ ധാരണയായിരിക്കുകയാണ്. അതായത് നാളെ 12 ഇടങ്ങളിലാണ് ഇന്നു മുതൽ SIR നടപടികൾ തുടങ്ങുന്നത്. നാളെ മുതൽ SIR നടപടികൾ തുടങ്ങുന്നത്. ആ രണ്ടാം ഘട്ടത്തിൽ കേരളവും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും ഉൾപ്പെടെ 12 ഇടങ്ങളിലാണ് നാളെ മുതൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങുന്നത്. വളരെ ആശങ്കയുണ്ട്. ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പലർക്കും വോട്ടിന് അർഹതയുള്ള ആളുകൾ പട്ടികയുടെ പുറത്തേക്ക് പോകുന്നു, പലരെയും വെട്ടിമാറ്റുന്ന ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത്. എന്തായാലും SIRമായി മുന്നോട്ട് പോവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്നൊരു സാഹചര്യത്തിൽ ഇത് നീട്ടിവെക്കണമെന്നുള്ള ആവശ്യം അത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കത്തയക്കുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. പക്ഷേ അതിൽ അങ്ങനെ ഒരു നീക്കമല്ല ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കേരളത്തിലും നാളെ മുതൽ SIRന്റെ നടപടിക്രമങ്ങൾ തുടങ്ങുകയാണ്. അതായത് 11 രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കേണ്ടി വരും, ആധാർ കാർഡ് ഹാജരാക്കേണ്ടി വരും. അങ്ങനെ വോട്ടർ പട്ടികയിൽ സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. 21 വർഷത്തിന് ശേഷമാണ് SIR നടപ്പിലാക്കുന്നത്. അതായത് വോട്ടിന് അർഹതയില്ലാത്ത ആളുകളെ വെട്ടിനിൽക്കുക, പകരം എല്ലാ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾക്കൊള്ളിക്കുക എന്നതാണ് തീരുമാനം. അതിനുവേണ്ടിയാണ് SIR നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയത്. പി ബസന്ത് വിവരങ്ങളുമായിട്ടുണ്ട്. ബസന്ത്, കേരളം നീട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം വരെ മുന്നോട്ട് കത്തയച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്. പക്ഷേ നിരാകരിക്കപ്പെടുകയാണ്. നാളെ മുതൽ കേരളത്തിലും SIR നടപ്പിലാക്കുന്ന നീക്കങ്ങൾ തുടങ്ങുമല്ലോ. എങ്ങനെയാകും നടപടികൾ? അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായത്. 12 സംസ്ഥാനങ്ങളാണ് SIR, അതായത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് വിധേയമാകുന്നത്. ഒന്ന് ആൻഡമാൻ നിക്കോബാർ കേന്ദ്രഭരണ പ്രദേശം, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അടുത്ത കൊല്ലം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. 2 പതിറ്റാണ്ട് മുമ്പാണ് ഏറ്റവും ഒടുവിൽ തീവ്ര പരിഷ്കരണം നടത്തിയത്. ഇപ്പോൾ വീണ്ടും ഇപ്പോൾ പരിഷ്കരണത്തിലേക്ക് പോകുന്നു. നാളെ മുതൽ തന്നെ ഇതിന്റെ നടപടികൾ ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുമെന്നാണ് മുഖ്യ ഇലക്ഷൻ കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ പറഞ്ഞത്. ഇതിൽ 12 തിരിച്ചറിയൽ രേഖകൾ നിങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കാൻ വേണ്ടി ഹാജരാക്കാൻ കഴിയും. അതിൽ പ്രധാനമായിട്ടുള്ളത് പെൻഷൻ പേയ്മെന്റ് ഓർഡർ, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡുകൾ, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് തുടങ്ങിയവയൊക്കെ, അതായത് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുള്ളത് എല്ലാം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അന്തിമ പട്ടിക ഫെബ്രുവരി 7, 2026, അതായത് അടുത്ത കൊല്ലം ഫെബ്രുവരി 7 പ്രസിദ്ധീകരിക്കുമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ബീഹാറിലെ പട്ടിക സംബന്ധിച്ച് നേരത്തെ പരാതികൾ ഉയർന്നെങ്കിലും അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പരാതികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. സ്വാഭാവികമായിട്ട് അതാണ് ഞാൻ ചോദിക്കാൻ വന്നതും. ബീഹാറിലെ പട്ടിക വന്നതിന് ശേഷം പട്ടികയിൽ നിന്നും പലരും ഒഴിവാക്കപ്പെട്ടു എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ വന്ന് വാർത്താ സമ്മേളനം നടത്തുകയും അത് ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നിലവിലുള്ള അങ്ങനെ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്നുള്ള ആശങ്കയിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ടോ? പട്ടികയിൽ നിന്ന് പുറത്തായവർക്ക് പട്ടികയിൽ അപേക്ഷിക്കാനുള്ള സമയം നൽകിയിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള അപേക്ഷ ലഭിച്ചവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യോഗ്യരല്ലാത്തവരെ പുറത്താക്കിയിട്ടുണ്ട്. ഇത് സുപ്രീം കോടതിയിലും ഇത് സംബന്ധിച്ച പരിശോധനകൾ നടന്നതാണ്. ഇപ്പോൾ ആരെങ്കിലും പുറത്താക്കുന്നുണ്ടെങ്കിൽ അവർക്ക് രേഖകൾ കാണിച്ചാൽ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള അവസരമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായാലും അതിന് തൊട്ട് മുമ്പ് വരെ അതിനുള്ള നടപടിക്രമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകാറുമുള്ളതാണ്. അപ്പോൾ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നു എന്നുള്ള ഒരു പരാതി പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. പി ബസന്താണ് വിവരങ്ങൾ നൽകുന്നത്. 12 ഇടങ്ങളിലാണ് നാളെ മുതൽ SIR നടപടികൾ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ പോകുന്നത്. 12 ഇടങ്ങളിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളും സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്നു. ആൻഡമാൻ നിക്കോബാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, കേരളം, ലക്ഷദ്വീപ്, മധ്യപ്രദേശ്, പുതുച്ചേരി, രാജസ്ഥാൻ, തമിഴ്നാട്, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ ഇത്രയും സംസ്ഥാനങ്ങളിലാണ് നാളെ മുതൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങുക. നവംബർ 4 മുതൽ ഡിസംബർ 4 വരെ വിവരശേഖരണം നടത്തും. ഇതിൽ എല്ലാവർക്കും വോട്ടിന് അവകാശമുള്ള എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക, അല്ലാത്ത ആളുകളെ പട്ടികയിൽ നിന്ന് പുറത്താക്കുക, നീക്കം ചെയ്യുക എന്ന് തന്നെയുള്ളതാണ് ലക്ഷ്യം. ആ തരത്തിലായിരിക്കും നടപടിക്രമങ്ങൾ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്പം മുൻപ് വിശദീകരിച്ചിരിക്കുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുകയാണ്. ആ കാലയളവിൽ തന്നെ നാളെ മുതൽ എന്ന് പറയുമ്പോൾ നാളെ മുതൽ അത് തുടങ്ങുകയാണ്.
ഈ കാലയളവിൽ തന്നെ വോട്ടർ പട്ടികയുടെ പരിഷ്കരണവും ഉണ്ടാകും. 12 രേഖകളാണ് ഇതിൽ മുന്നോട്ട് വെക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആധാർ നിർബന്ധമാണ്. മറ്റു 11 രേഖകളിൽ ഏതെങ്കിലും ഒന്നും ഹാജരാക്കേണ്ടി വരും നമ്മൾ ഈ പുതിയ പട്ടികയിൽ ഇടം പിടിക്കാനായി. രാജ്യത്ത് 2 പതിറ്റാണ്ടിന് ശേഷം 21 വർഷത്തിന് ശേഷമാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത്. ഇതിലിപ്പോൾ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലാകെ അസം മാത്രമാണ് ഈ 2ാം ഘട്ടത്തിലില്ലാത്തത്. മറ്റു സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഈ തമിഴ്നാട് ഉൾപ്പെടെയുള്ള കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഈ 2ാം ഘട്ട പട്ടികയിൽ ഉൾപ്പെടുകയാണ്. ബീഹാറിൽ അന്തിമമായിട്ടുള്ള പട്ടിക വന്നപ്പോൾ അതിൽ ആരും തന്നെ ഒഴിവാക്കപ്പെട്ടിട്ടില്ല. അതിൽ മറ്റു തെറ്റുകുറ്റങ്ങളില്ല. വിജയകരമായി തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണം ബീഹാറിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിക്കുന്നത്. അതാണ് അവർ ഇന്ന് നടത്തിയിരിക്കുന്ന അവകാശവാദവും. എന്തായാലും ഈ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നാളെ മുതൽ നമ്മുടെ സംസ്ഥാനത്തും ആരംഭിക്കുകയാണ്. നീട്ടിവെക്കാനുള്ള കേരളത്തിന്റെ ആവശ്യം നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ മുതൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന 12 ഇടങ്ങളിൽ കേരളവും ഉൾപ്പെടും.